സുരേന്ദ്രനുമായിട്ടുള്ള യാത്രകളിൽ പോകുന്ന സമയത്ത് നമ്മൾ ജീവിതം കാണുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ജീവിതം അങ്ങനെയാണ് കാണുന്നത്. ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകൾ കണ്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിലായാലും ബസ്സിലായാലും നമ്മൾ വെളിയിലേക്കല്ലേ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ അവിടെ ഇതേ ഉള്ളൂ എന്നല്ല എനിക്ക് അന്നും തോന്നിയിരുന്നത്. ഇത്രയും ഉണ്ടല്ലോ. ഉണരുന്ന മഞ്ഞിനെയും തലോടുന്ന കാറ്റിനെയും വകഞ്ഞു മാറ്റി ഈ മനുഷ്യൻ എന്തോ തേടിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണുകൾ കൊണ്ട് എഴുതാനുള്ള കവിതകൾക്കായി, ജീവൽ സ്പന്ദനങ്ങൾ കേൾപ്പിക്കുന്ന കഥകൾക്കായി, ആത്മാവിനെ സ്പർശിക്കുന്ന മുഹൂർത്തങ്ങൾക്കായി, നിത്യസൗരഭം പരത്തുന്ന സൗന്ദര്യങ്ങൾക്കായി, എവിടെയോ നിന്ന് അനുഗ്രഹമായി എപ്പോഴും വരുന്ന വെളിച്ചത്തിൻ്റെ ഉറവുകൾ തേടി ഈ മനുഷ്യൻ യാത്ര തുടരുന്നു. കണ്ണൻ സൂരജ്, ദ ഫോട്ടോഗ്രാഫർ. A good photograph contains a story എന്ന് പറയും. ലോകത്തിൽ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫറായിട്ട് പറയപ്പെടുന്ന ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ ഹെൻറി കാർട്ടിയർ ബ്രസനെ കുറിച്ച് ലോകപ്രസിദ്ധയായ മറ്റൊരു തത്വചിന്തകയും എഴുത്തുകാരിയും ഒക്കെ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ ഒരു കമൻ്റാണ്. ഇത് പറയാനുള്ള കാരണം, നമ്മൾ കണ്ണൻ സൂരജിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രസൻ്റെ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെളിച്ചം കൊണ്ട്, ഒരൊറ്റ സ്നാപ്പിൽ വെളിച്ചം കൊണ്ടാണ് ബ്രസൻ ഏറ്റവും കൂടുതൽ കഥയും മൂഡും വികാരവും എല്ലാം വെളിപ്പെടുത്തിയത്. കണ്ണൻ്റെ ഫോട്ടോഗ്രാഫ്സുമായിട്ട് പരിചയപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, കണ്ണൻ എവിടെ പോയി ഫോട്ടോ എടുക്കുമ്പോഴും വെളിച്ചം അവിടേക്ക് അയാളുടെ ചൊൽപ്പടിക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. പലരും ഗംഭീരമായിട്ടുള്ള ആംഗിൾസ് ഉപയോഗിക്കും, അതല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റിവിറ്റി ശരിയാക്കിയിട്ട് വയ്ക്കും. ആംഗിൾ വെച്ചിട്ടാണ് മിക്കവാറും എല്ലാവരും ചെയ്യുക. പക്ഷേ കണ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വെളിച്ചം കൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള, അതൊരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് താനും. അതുപോലെ വളരെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. മാതൃഭൂമിയിലുണ്ടായിരുന്ന ഒരു നാരായണൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അതുപോലെ രാജൻ പൊതുവാൾ, വിനയൻ, KR വിനയൻ, കണ്ണൻ സൂരജ്, ഇങ്ങനെ കുറേ ആളുകൾ, റസാഖ് കോട്ടയ്ക്കൽ. അപ്പോൾ ഈ വെളിച്ചം കൊണ്ട് കഥ പറയുന്ന ഒരു രീതി നമ്മളൊരിക്കലും ചിന്തിക്കില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ ആണ് എടുക്കുന്നതിൽ, ഒരു പോർട്രേറ്റ് ലെവലിലേക്ക് അത് വരുന്നത്, ഒരാളുടെ ഒരു ചിത്രം എടുക്കുമ്പോൾ വെളിച്ചം എവിടെയോ വന്നിട്ട് അയാളെ കൂടുതൽ ദീപ്തനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ണൻ്റെ ഫോട്ടോഗ്രാഫ്സിൽ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഈ ഫോട്ടോഗ്രാഫ് ശരിക്കും ഒരു നറേഷൻ്റെ നമ്മൾ പറയുന്ന ഒരു കഥ പറയുന്ന ഒരു മാധ്യമമാക്കി മാറ്റിയ ഫോട്ടോഗ്രാഫർമാരുടെ വംശത്തിൽ വരുന്നയാളാണ് കണ്ണൻ സൂരജ്. എനിക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ, എനിക്കത് പകർത്തണമെന്ന് തോന്നിയാൽ
എത്ര റിസ്കിൽ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു, എനിക്കത് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഈ കണ്ണകിയുടെയൊക്കെ തന്നെ പല സ്റ്റിൽസുകളും അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. എനിക്ക് വേണമെന്ന് ഇങ്ങോട്ട് മനസ്സിലങ്ങ് തോന്നി, എനിക്കിങ്ങനെ തന്നെ വേണം, എനിക്കിങ്ങനെ വേണം എന്നിങ്ങോട്ട് തോന്നി. ഞാൻ അതിനു വേണ്ടി കുറേ അങ്ങ് അന്നേരം തോന്നുന്ന ഒരു കാര്യത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ആവും. എനിക്കത് കിട്ടുകയും ചെയ്തു. M.T. വാസുദേവൻ നായരുടെ ഏറ്റവും അധികം ചിത്രങ്ങൾ, ഏറ്റവും പോപ്പുലറായിട്ടുള്ള ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് കണ്ണനാണെന്ന് പറയാം. കാരണം ഈ പൊന്നാനി കളരിയുടെ ഒരു സംസ്കാരം ഉള്ളതുകൊണ്ട് തന്നെ എഴുത്തുകാരുടെ ഫോട്ടോഗ്രാഫർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യേകത കണ്ണനുണ്ടായിരുന്നു. കണ്ണൻ എടുത്ത ചിത്രങ്ങളിലൂടെയാണ് പലരും എഴുത്തുകാരായത് എന്ന് പോലും നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ്റെയും പി സുരേന്ദ്രൻ, ഞങ്ങളെ ഒക്കെ സുഹൃത്തുക്കളാണ്. ഇവരുടെയൊക്കെ ആദ്യകാല ലേഖന പരമ്പരകൾ മുഴുവൻ കണ്ണൻ്റെ ചിത്രങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. നീളാതീരത്ത് കൂടെയുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ സഞ്ചാരത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു കണ്ണൻ. കണ്ണനെടുത്ത മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾക്ക് കൊടുത്ത ഭാഷ്യമായിരുന്നു നിളയുടെ തീരങ്ങളിലൂടെ എന്നുള്ള ലീലാകൃഷ്ണൻ്റെ പുസ്തകം. അതുപോലെ സുരേന്ദ്രൻ്റെ കൂടെ ഒരുപാട് വൈജ്ഞാനിക യാത്രകൾ കണ്ണൻ ചെയ്തിട്ടുണ്ട്. അത് ഈ നിളയുടെ തീരങ്ങളിലൂടെയല്ല, കാവേരിയുടെ തീരങ്ങളിലൂടെ ചെയ്തിട്ടുള്ള സഞ്ചാരങ്ങൾ. സുരേന്ദ്രനുമായിട്ടുള്ള യാത്രകളിൽ പോകുന്ന സമയത്ത് നമ്മൾ ജീവിതം കാണുകയാണ്. ശരിക്കും പറയണമെങ്കിൽ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ജീവിതം അങ്ങനെയാണ് കാണുന്നത്. ഓരോരുത്തരുടെയും കഷ്ടപ്പാടുകൾ കണ്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിലായാലും ബസ്സിലായാലും നമ്മൾ വെളിയിലേക്കല്ലേ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ അവിടെ ഇതേ ഉള്ളൂ എന്നല്ല എനിക്ക് അന്നും തോന്നിയിരുന്നത്. ഇത്രയുമുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കാൻ ആ യാത്രകൾ തന്നെ മതിയാകുമായിരുന്നു. ഞങ്ങൾ സഹയാത്രികരായിരുന്നു. എൻ്റെ യാത്രകളിൽ ഇന്ത്യൻ യാത്രയുടെ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, ഗ്രാമപാതകൾ. ആ ഗ്രാമപാതകളിലൂടെയുള്ള എൻ്റെ യാത്രകൾ ഹിമാചൽ പ്രദേശും കാശ്മീരും അടങ്ങുന്ന ഒരു പ്രദേശമുണ്ട്. അതിൽ കാശ്മീർ സെക്ടറിൽ മാത്രമേ ഞങ്ങൾ പോകാതിരുന്നുള്ളൂ. ഹിമാചൽ പ്രദേശിൽ വളരെ വിപുലമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കന്യാകുമാരി മുതൽ നമ്മൾ കാശ്മീർ വരെ എന്നൊക്കെയാണല്ലോ പണ്ട് പറയാം. അപ്പോൾ കന്യാകുമാരി മുതൽ ഹിമാചൽ പ്രദേശ് വരെ കണ്ണൻ സൂരജും ഞാനും ഗ്രാമാന്തരങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപൂർവമായിട്ടുള്ള യാത്രാനുഭവങ്ങൾ, ഒരുപക്ഷെ മണിക്കൂറുകളോളം പറയാൻ മാത്രം അത്യപൂർവമായ യാത്രാനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ കാശിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ആ കാശിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഗംഗയിലൂടെ കുറച്ച് യാത്ര ചെയ്തിട്ട് അക്കരെ കടന്നു കഴിഞ്ഞാൽ ഒരു തുരുത്തിൽ കുറേയേറെ നഗ്ന സന്യാസികളുണ്ട്. അവിടെ ഞങ്ങൾ പോയി അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തത് അപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. കണ്ണേട്ടനായിട്ടുള്ള എൻ്റെ പരിചയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 23 കൊല്ലം മുന്നെയാണ്. ഒരു പക്ഷേ പി സുരേന്ദ്രനെക്കാട്ടും ആലങ്കോട് ലീലാകൃഷ്ണനെക്കാട്ടും കൂടുതൽ യാത്രകൾ ചെയ്തിരിക്കുന്നത് ഞാനും കണ്ണേട്ടനും കൂടിയിട്ട് തന്നെയാണ്.
ഒരു എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റിയാണ് കണ്ണേറ്റം. നമ്മൾ സാധാരണ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന പല കാര്യങ്ങളും പ്രാധാന്യമുള്ള സാധനമാണ് അല്ലെങ്കിൽ വസ്തുവാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ കണ്ണേറ്റന് കഴിയാറുണ്ട്. ഒരു വേലിപ്പടർപ്പിൽ കാണുന്ന ഒരു ഉറുമ്പിനെയും കൂടി മനോഹരമായിട്ട് അതിന് സമൂഹത്തിലൊരു സ്ഥാനമുണ്ട് എന്ന രീതിയിലേക്ക് അതിനെ എത്തിക്കാൻ കണ്ണേറ്റന് പറ്റാറുണ്ട്. ഒരുവിധം കണ്ണേറ്റനും എനിക്കും ഒരേ മാറ്റത്തെ ചിത്രങ്ങളായിരിക്കും ഈ 10-25 വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിലുള്ള യാത്രകളിൽ ഉണ്ടായിരിക്കും. ചിലത് വ്യത്യസ്ത ആംഗിളുകളായിരിക്കാം, കാഴ്ചകളൊന്നാണെങ്കിലും വ്യത്യസ്ത ഫ്രെയിമുകളായിരിക്കാം. ഞാൻ വളരെ കുറച്ച് കവിതകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പുസ്തകങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് മുഴുവൻ കണ്ണനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിട്ടുള്ളൂ, മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. കാരണം എനിക്ക് കണ്ണൻ എടുത്താലേ തൃപ്തിയുള്ളൂ. കണ്ണൻ്റെ കണ്ണിലൂടെ കാണണം, അതാണ് ഇഷ്ടപ്പെടുന്നത്. ഇനി എന്താണ് ഈ എഴുത്തുകാരുടെ ചിത്രങ്ങൾ എടുക്കുന്നതിൽ കണ്ണനെ വ്യത്യസ്തനാക്കിയിട്ടുള്ളതെന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും, ഒരുപക്ഷെ മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാത്തൊരു എം ടി വാസുദേവൻ നായരുടെ ചിത്രം കണ്ണൻ എടുത്തതാണ്. ബീഡിക്ക് തീ കൊളുത്തുന്ന ഒരു എം ടി വാസുദേവൻ നായരുണ്ട്. ആ ചിത്രം അങ്ങനെ ഒരു മുഹൂർത്തം മറ്റാർക്കും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ONV കുറുപ്പ് നെഞ്ചിൽ കൈവച്ച് ചിരിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമുണ്ട്. അത് മറ്റാർക്കും അങ്ങനെ ഒരു മുഹൂർത്തം കിട്ടിയിട്ടില്ല. MN വിജയൻ്റെ ഗൗരവമുള്ളതും ചിരിക്കുന്നതുമായിട്ടുള്ള മുഖങ്ങൾ, സാധാരണ പൊതുവെ പ്രൊഫസർ MN വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന ചിത്രം, ഞങ്ങളെപ്പോലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേരുടെ അനേകം ചിത്രങ്ങൾ കണ്ണൻ എടുത്തു തരാറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഫോട്ടോഗ്രാഫറെ വ്യത്യസ്തനാക്കുന്നത് വെച്ചാൽ ഒരിക്കലും സെറ്റിട്ട് എടുക്കുന്നൊരു ഫോട്ടോ അല്ല കണ്ണൻ്റേത്. താൻ എടുക്കുന്ന ആൾ പോലും അറിയാതെ ഏതോ ഒരു യാദൃച്ഛിക മുഹൂർത്തമായിരിക്കും, ഒരിക്കലും പ്രിപ്പയർഡായിട്ടില്ല. താൻ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണെന്ന് പോലും അറിയാതെ, അങ്ങനെ അല്ലെങ്കിൽ പോസ് ചെയ്യുന്നത് കണ്ണന് ഇഷ്ടമായില്ല. ആ യാദൃച്ഛികതയിലാണ് കണ്ണൻ്റെ ചിത്രങ്ങൾ ഏറ്റവും ഉജ്ജ്വലമായി. ഇത് ഈ വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, ഉജ്ജ്വല മുഹൂർത്തം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഉജ്ജ്വല മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കുന്നതിലാണ്, അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കണ്ണൻ കേവലം ഒരു കരിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആവാതെ ഒരു കലാകാരനായി കണ്ണൻ്റെ ചിത്രങ്ങളെ മാറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടത്തിൽ ഒരു കാലത്ത് റസാഖ് കോട്ടക്കലും കണ്ണനുമായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വേണ്ടി നിരന്തരം ഫോട്ടോകൾ എടുത്തുകൊണ്ടിരുന്നത്. ഞാനും കണ്ണനും കൂടി കലാകൗമുദിക്ക് വേണ്ടി ഒരു കാലത്ത് 80കളുടെ തുടക്കം തൊട്ട് ഏതാണ്ട് 2000ൻ്റെ അവസാനം വരെ കലാകൗമുദിക്കും മലയാളം വാരികയ്ക്കും വേണ്ടി നടത്തിയ ഫീച്ചർ സ്റ്റോറികൾക്ക് എണ്ണമറ്റ ഫോട്ടോകൾ എടുത്തത് കണ്ണനാണ്. എൻ്റെയും പി സുരേന്ദ്രൻ്റെയും MT വേണുവിൻ്റെയും ഫീച്ചർ യാത്രകളുടെ സഹയാത്രികനായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് കണ്ണനെ ഒരർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയതെന്ന് പറയാം. പക്ഷെ അക്കാലത്ത് കണ്ണൻ എടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളൊന്നും ഇപ്പോൾ നമ്മുടെ കൈവശമില്ല. കണ്ണൻ ഇത് സൂക്ഷിച്ചു വെക്കുന്നതിൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം കാണിക്കാത്ത ആളാണ്. കേരളത്തിലെ അതിപ്രഗത്ഭരായ കലാകാരന്മാരുടെ, നർത്തകന്മാരുടെ, സംഗീതജ്ഞരുടെ, ചിത്രകാരന്മാരുടെ, കേരളത്തിലെ ഒരു 3 തലമുറ എഴുത്തുകാരുടെയൊക്കെ അപൂർവ വ്യത്യസ്തങ്ങളായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളുടെ ഒരു കനത്ത ശേഖരം കണ്ണൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. പിന്നീട് കണ്ണൻ സൂക്ഷിക്കാൻ തുടങ്ങിയ കാലത്തെ ഫോട്ടോസാണ് ഇപ്പോൾ കാണുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിലെ സാംസ്കാരിക ഫോട്ടോഗ്രഫിയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഫോട്ടോഗ്രാഫറാണ് കണ്ണൻ എന്ന് പറയാം. മറ്റൊരു അവിസ്മരണീയമായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ബദാമിയിലും ഐഹോളിലും പട്ടടക്കലും നടത്തിയ യാത്ര. ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഞങ്ങൾ ബൽഗാമിൽ സൗന്ദത്തി എന്ന് പറയുന്ന സ്ഥലത്തെ ക്ഷേത്രത്തിലും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ദേവദാസി ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് ദേവദാസികളെ ഒന്നിച്ചിരുത്തി ആ പുസ്തകരചനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്രാമത്തിൽ ഒരു 100ഓളം ദേവദാസി സ്ത്രീകളെ
ഒരു മീറ്റിങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കണ്ണൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപൂർവമായ ദേവദാസി ജീവിതം നമ്മളീ പുറത്തേക്ക് കാണുന്ന പോലെ ഒന്നുമല്ല, അതിദയനീയമായിട്ടുള്ള ആ ദേവദാസി ജീവിതം കണ്ണൻ ഒത്തിരി പകർത്തിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ചാലൂക്യ വാസ്തുശില്പ ഭംഗികൾ, അതേപോലെ ശ്രാവണബലഗോള, ബേലൂര്, അളയബിഡ്, തമിഴ്നാട്ടിൽ ഉള്ള ഒത്തിരി തഞ്ചാവൂരും ചിദംബരവും ശ്രീരംഗവും അടക്കമുള്ള ക്ഷേത്രങ്ങൾ, അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അത്രയേറെ വൈവിധ്യപൂർണമായ ദേശങ്ങളിലൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു. യാത്രാ ചിത്രങ്ങളിൽ എൻ്റെ ഏറ്റവും ഇഷ്ടം തെരുവ് ചിത്രങ്ങൾ തന്നെ. തെരുവിൽ കണ്ടിട്ടുള്ള പല ചിത്രങ്ങളും ആണ് എനിക്കിഷ്ടം. പിന്നെ കുറേ ഈ ശില്പങ്ങൾ പിന്നെ വളരെ ലോ ലൈറ്റുകളിലൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. കാരണം പിന്നെ ഈ അതിൻ്റെ ഉള്ളിൽ, ക്ഷേത്രങ്ങളുടെ ഉള്ളിലൊന്നും ഫ്ലാഷൊന്നും ഉപയോഗിക്കാൻ അനുവദിക്കില്ല. അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വളരെ ശ്രമകരമായിട്ടാണെങ്കിലും എനിക്ക് നല്ല ശില്പങ്ങളുടെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പം എടുത്തു വെച്ച് എനിക്ക് നോക്കുമ്പോഴും എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. കണ്ണനോളം സാംസ്കാരിക ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളില്ല. അന്നൊക്കെ പ്രതിഫലമില്ല. കലാകൗമുദിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു ഫോട്ടോയ്ക്ക് 20 ഉറുപ്പികയാണ് ഒരു ചാർജ് തരിക. അതും വല്ലപ്പോഴുമാണ് കിട്ടുക. അക്കാലത്താണ് കണ്ണൻ ആ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ കൊണ്ട് ലൈറ്റ് വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത ചില പടങ്ങളുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്ന ശരശ്ചന്ദ്ര മറാഠയുടെയും കുറേ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരുടെയും നിളയുടെ അപൂർവ വ്യത്യസ്തങ്ങളായ അനേകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡുകളിലുള്ള ഫോട്ടോഗ്രാഫുകൾ കണ്ണൻ്റേതായിട്ടുണ്ട്. ഞാൻ നിളയുടെ തീരങ്ങളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ രചനയുമായി സഞ്ചരിച്ച കാലത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ കാഴ്ച കണ്ണനായിരുന്നു. ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ കണ്ണൻ അതിനപ്പുറത്തേക്ക് കണ്ട് രേഖപ്പെടുത്തിയ ഫോട്ടോകളിൽ കലാകൗമുദിൽ അച്ചടിച്ചു വന്നത് തന്നെ ഇപ്പോൾ കോപ്പി ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഈ അരനൂറ്റാണ്ടിനിടയിൽ കണ്ണൻ എടുത്ത ഫോട്ടോകൾ ശേഖരിച്ചാൽ ഇന്ത്യയിലെ തന്നെ അത്യപൂർവമായൊരു ഫോട്ടോ നിധിയായിട്ടത് മാറും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു ജീവിതമാണ് കണ്ണൻ സൂരജിൻ്റേത്. തൻ്റെ മനസ്സിൽ കവിത വിരിയിച്ച ഒരു ദൃശ്യം പകർത്താൻ എത്ര ഫിലിം, എത്ര ക്ലിക്കുകൾ എന്നത് അദ്ദേഹം കണക്കിലെടുത്തിട്ടേയില്ലായിരുന്നു. വ്യക്തികളെയല്ല, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാവങ്ങളെ പകർത്തുകയായിരുന്നു കണ്ണൻ സൂരജ്. യാതൊരു പുതിയ സാങ്കേതിക സഹായങ്ങളുമില്ലാതിരുന്ന കാലത്ത് ഒരു സാധാരണ ഫിലിം ക്യാമറ കൊണ്ട് അദ്ദേഹം എടുത്ത ചിത്രങ്ങൾ ഒരു പാഠപുസ്തകമാണ്. പ്രൊഫഷണൽ ജീവിതം ആവശ്യപ്പെടുന്ന നിഷ്ഠകളൊന്നും തന്നെ അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തുന്നില്ല. ആസൂത്രണം ചെയ്ത് ഫോട്ടോകൾ എടുക്കുന്ന ഇക്കാലത്ത് ഒരാൾ പോലും അറിയാതെ എടുത്തതെല്ലാം കാൻഡിഡാക്കിയ കലാകാരനാണ് ശ്രീ കണ്ണൻ സൂരജ്. ഫോട്ടോഗ്രഫിയെ ചിത്രകലയോട് അടുപ്പിച്ച അപൂർവം ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കാലം കഴിഞ്ഞ് കളറിലേക്ക് മാറിയപ്പോഴും അതിസൂക്ഷ്മമായ ഫോട്ടോഗ്രാഫ്സിൽ ചിത്രമാണോ ഫോട്ടോയാണോ എന്നറിയാത്ത വിധത്തിൽ വർണ്ണസങ്കലനത്തിൻ്റെ അപൂർവ മാതൃകകൾ പലതും കണ്ണനുണ്ടാക്കി.
ലീലാകൃഷ്ണൻ പറഞ്ഞ മാതിരി സാഹിത്യം, കല, സംഗീതം ഇവരുടെയൊക്കെ എന്താ പറയുക ഒരു ആശ്രയമായിരുന്നു കണ്ണേട്ടൻ. കാരണം ഇവർക്കാർക്കും സാമ്പത്തികമായിട്ടൊരു കഴിവുമില്ല. ഇതൊക്കെ രേഖപ്പെടുത്തണം. ഇത് രേഖപ്പെടുത്തണമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ വേണം. കലയും സാഹിത്യവും സംഗീതവും നമ്മുടെയും കൂടിയാണെന്നുള്ളതും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എന്നുള്ളത് ഉപജീവന മാർഗവും കലാകാരൻ എന്നുള്ളത് അല്ലെങ്കിൽ കലാകാരന്മാരോടൊപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രിൻസിപ്പിളും ആവണം എന്ന് പറയാതെ പറഞ്ഞു തന്ന ഒരു ഗുരുവാണ് കണ്ണേട്ടൻ. കണ്ണൻ്റെ കയ്യിൽ നമ്മൾ വിചാരിച്ച പോലെ പലപ്പോഴും അദ്ദേഹം എടുത്തുള്ള അസാധാരണമായ ഫോട്ടോഗ്രാഫുകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സംവിധാനങ്ങളും വലിയ ക്യാമറയും വലിയ സംവിധാനങ്ങളൊക്കെ ഒന്നുമില്ല, യാതൊന്നുമില്ല. ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നൊരു കാര്യം, ഒരേ ഒരു ചെറിയ ക്യാമറയായിട്ട് സൗന്ദത്യയിൽ യാത്ര ചെയ്യാം. ഇത്രയും ദൂരം ഞങ്ങൾ യാത്ര ചെയ്യാം. സൗന്ദര്യ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഷട്ടർ അങ്ങ് വീണുപോയി. അതിനെ തുറക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു പാനിക് സിറ്റുവേഷൻ. ഇത്രയും ദൂരം ഞങ്ങൾ ബൽഗാം വരെ യാത്ര ചെയ്ത് പൈസയില്ല, എന്തായി പോകും എന്നാലോചിച്ച കണ്ണനിങ്ങനെ വിയർത്ത് കുളിച്ച് ആകെ അങ്ങനെ തകർന്ന് നിൽക്കുന്ന ഒരു സമയം ഞാൻ ഓർക്കുകയാണ്. പക്ഷെ പൊടുന്നനെ നമ്മൾ സാധാരണ പറയേ ആരുടെയൊക്കെയോ ഒരു അനുഗ്രഹത്താൽ പെട്ടെന്ന് അതങ്ങ് ശരിയായി. അത് ശരിയായി. അപ്പം അത്ര ചെറിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വിസ്മയകരമായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് കണ്ണൻ സുരയ്ക്ക്. അതിൻ്റെ പ്രത്യേകത തന്നെ. പ്രത്യേകിച്ചും ഇൻഡോ പേർഷ്യൻ വാസ്തുശില്പത്തിൻ്റെ കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്ര, അതേപോലെ ബദാമി ചാലൂക്യരുടെ ഗുഹാക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്ര, അപ്പം കണ്ണനെടുത്തുള്ള ഫോട്ടോഗ്രാഫുകൾ, അതൊക്കെ ശരിക്കും പഠിക്കപ്പെടേണ്ട അതിസൂക്ഷ്മത്തിൽ ആരും ശ്രദ്ധിക്കാത്ത ചില സാധനങ്ങൾ കണ്ണൻ അവിടെ കണ്ടെത്തും എന്നുള്ള അതാണ് കണ്ണൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇമേജ് ആയിരിക്കും. ആ പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ വാസ്തുശില്പ സൗന്ദര്യത്തിലെ ഏറ്റവും മനോഹാരിത നിറഞ്ഞത് ചിലപ്പോൾ ആ ഒരൊറ്റ ഇമേജ് ആയിരിക്കും. ആ കണ്ണൻ ഇങ്ങനെ കണ്ടെത്തും. അതൊരു കഴിവാണ്. കണ്ണൻ്റെ ക്യാമറ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ കണ്ണൻ്റെ കണ്ണാണ് ക്യാമറയ്ക്ക് ജീവൻ കൊടുത്തത്. ഞാൻ അതിരാത്രം എന്ന ഒരു വലിയ അഗ്നി എന്ന അതിരാത്രം കലാകൗമുദിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തപ്പോൾ യജ്ഞശാല കത്തി അമരുന്നതിൻ്റെ ഒരു ചിത്രം കലാകൗമുദിയിൽ കവർ സ്റ്റോറിയായിട്ട് വന്നിരുന്നു. അത് ലോക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ കലാകൗമുദിയുടെ കവറിൽ വന്ന യജ്ഞശാല കത്തി അമരുന്ന രംഗം ഒരുപക്ഷെ അതിനു മുമ്പോ പിൻപോ യാഗശാല കത്തി അമരുന്നതിൻ്റേതായിട്ട് ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ എത്രയോ ചിത്രങ്ങൾ. ജയരാജിൻ്റെ ദേശാടനത്തിൽ തുടങ്ങിയ കണ്ണേട്ടൻ ഏതാണ്ട് 100ഓളം ചിത്രങ്ങളിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി. അതിനുശേഷം പിന്നെ കണ്ണേട്ടൻ 2 സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. പി സുരേന്ദ്രൻ്റെ മഹായാനം എന്ന് പറയുന്ന കഥ യാനം മഹായാനം എന്ന് പറയുന്ന സിനിമയാക്കി കണ്ണേട്ടൻ. കടൽ പറയാത്തത് എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുന്നു. ചില വ്യക്തികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറുന്നത് നാം പോലും അറിയാതെയാണ്. അത്തരത്തിൽ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിച്ച ഒരാളാണ് ശ്രീ കണ്ണൻ. സിനിമാ സെറ്റുകളിൽ കണ്ണൻ വരുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ സൗമ്യമായി ശാന്തമായി ഒരു തണുത്ത കാറ്റ് പോലെ ആരെയും അലോസരപ്പെടുത്താതെ തൻ്റെ കർത്തവ്യം നിർവഹിച്ചു പോകുന്ന കണ്ണനെ ഞാൻ കണ്ടിട്ടുണ്ട്. കലാമൂല്യമുള്ള ചിത്രങ്ങളാണ് എന്ന് കണ്ണന് ബോധ്യപ്പെട്ടാൽ ഒരു പ്രതിഫലവും വാങ്ങാതെ പ്രവർത്തിച്ചതായിട്ടും എനിക്കറിയാം.
ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സംതൃപ്തനാണ്. ഞാൻ ആ ചെയ്ത തൊഴിൽ എനിക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പെരുമയും കിട്ടിയിട്ടുണ്ട് ഏത് സ്ഥലത്ത് പോയപ്പോഴും. ഇപ്പോൾ ഞാൻ പത്രങ്ങളിലൊക്കെ ഈ സൺഡേ സപ്ലിമെൻറ്റിനും ഒക്കെ ഫോട്ടോകൾ അയച്ചുകൊണ്ടിരിക്കുന്ന കാലമായാലും ശരി, ഈ മാസികകൾക്ക് ഫോട്ടോ കൊടുക്കുന്ന സമയത്തായാലും ശരി, ഞാൻ ചെയ്ത സാധനത്തിന് അതർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതൊരു തീരാത്ത ദാഹമാണ് കണ്ണേട്ടന് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ കണ്ണേട്ടനെ അടയാളപ്പെടുത്തുക എന്നുള്ളത് ഒരു എളിയ ഫോട്ടോഗ്രാഫർ എന്നുള്ളത് എനിക്ക് എൻ്റെയും കൂടി ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തനിക്ക് പറ്റാവുന്ന മേഖലകളിലെല്ലാം കണ്ണേട്ടൻ കഴിവ് തെളിയിച്ച് ഈ 50-ാം വർഷം ഫോട്ടോഗ്രാഫിയുടെ ആഘോഷിക്കുന്ന കണ്ണേട്ടനെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടണയുന്ന പറവകളെ നോക്കി മൗനമുറങ്ങുന്ന നിളാതീരത്ത് അസ്തമയ സൂര്യനെ തേടി സാഗരതിരകൾക്ക് സാക്ഷിയായി വിജനമായ കാനനപാതകളിൽ സാധാരണക്കാരൻ്റെ ജീവിതം തുടിക്കുന്ന തെരുവോരങ്ങളിൽ എല്ലാമെല്ലാം ഈ മനുഷ്യൻ കണ്ണുകൾ തുറന്ന് ധ്യാനനിരതനാകുന്നു. തൻ്റെ പാതയിലെ പിൻഗാമികൾക്ക് തേടിയാൽ കാണാവുന്ന പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ പ്രസരിപ്പിച്ച് ഒരാൾ. കണ്ണൻ സൂരജ്, ദ ഫോട്ടോഗ്രാഫർ.